അപ്പോൾ ഇന്ന് ഒരു പുതിയ വീഡിയോ ആണ്. ഇത് കണ്ടോ, ഇതൊരു പുതിയ ചട്ടിയാണ്. അപ്പം ഏറ്റവും സിമ്പിളായിട്ട് എളുപ്പത്തിൽ സിമ്പിളായിട്ട് ചട്ടി മായ്ക്കുന്ന ഒരു വീഡിയോ ഞാൻ കാണിച്ചുതരാം. ഞാനിങ്ങനെ ചട്ടി മായ്ക്കുന്നത്. പലരും പല ഈ ചട്ടി മായ്ക്കും വിറകൊക്കെ കൂട്ടിയിട്ട് കത്തിച്ചും പിന്നെ പഴങ്കഞ്ഞിയല്ല കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് ഒത്തിരി ദിവസം കഞ്ഞിവെള്ളം ഒഴിച്ച് അതിലൊക്കെ മുക്കിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ പെട്ടെന്നൊരു വീഡിയോ കാണിച്ചു തരാമേ. അത് എങ്ങനെ നമുക്ക് നോക്കാം. അതിനൊത്തിരി സാധനങ്ങളൊന്നും വേണ്ട. ഞാൻ 2 രീതി മയക്കും. ഒരു രീതി ഞാൻ കാണിച്ചു തരാം. അതറിയാമല്ലോ തോന്നുന്നു, ചിരട്ട. ഇപ്പോൾ ഇതൊരു ചെറിയ ചട്ടി ആയതുകൊണ്ട് ഒരു 3 ചിരട്ട മതിയേ. അപ്പം ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഒന്ന് കത്തിച്ചെടുക്കട്ടെ. പുറത്ത് മഴ ആയതുകൊണ്ട് പുറത്ത് കൊണ്ടുപോകാനൊക്കെ പറ്റില്ല. അതുകൊണ്ട് പിന്നെ അകത്ത് വെച്ച് തന്നെ അങ്ങ് ചെയ്യാമേ. ഇതൊന്ന് കത്തിച്ചെടുക്കട്ടെ. നമ്മുടെ ചിരട്ട കത്തിയിട്ടുണ്ട്. ചിരട്ട ഞാൻ ഇതിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. ചെറുകെ വയ്ക്കണം, എടുത്തിടരുത്, ചട്ടി പൊട്ടിപ്പോകും. അപ്പോൾ സാവകാശം നമ്മളേക്ക് ഈ ഇതിലോട്ട് ചിരട്ട വെച്ച് കൊടുക്കണേ. അപ്പം ബാക്കി കൂടി ഞാൻ കത്തിച്ച് കൊണ്ടുവരട്ടെ. നമ്മുടെ ചിരട്ട 3 കത്തിക്കഴിഞ്ഞ് ഇനി ഇതൊന്ന് തണുക്കട്ടെ. ചട്ടി ഒന്ന് തണുക്കട്ടെ. ബാക്കി പിന്നെ നമുക്ക് ചെയ്യാം. ചട്ടിയുടെ ചൂടൊക്കെ പോയേ. അപ്പോൾ നമ്മളൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കി ചെയ്യാം. നമുക്ക് കൊടുക്കാവേ. ഇപ്പം ഗ്യാസിൻ്റെ ഷോർട്ടേജൊക്കെ ഉള്ള കാരണം ഇപ്പം കൂടുതൽ ഇപ്പം എല്ലാവരും ഈ മൺപാത്രങ്ങളൊക്കെ ആയിരിക്കും വില കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പം നമുക്കൊരു കുറച്ച് തേങ്ങ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതിലോട്ട് ഈ തേങ്ങയൊന്ന് നമുക്കൊന്ന് വറുത്തെടുക്കാം. അതിലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതിൽ എണ്ണയൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടൊന്ന് പിടിക്കണം ഈ ചട്ടിയിലോട്ട്. നമ്മൾ ചിരട്ട കരിക്കുമ്പോൾ ഞാൻ ചിരട്ടയിലുള്ള ചിരട്ടയ്ക്ക് ഒരു ഇതുണ്ടല്ലോ, നമ്മൾ കത്തുമ്പോൾ അതിൻ്റെ ഒരു എണ്ണ ഇറങ്ങി വരുമല്ലോ. അപ്പോൾ ആ എണ്ണ മൊത്തം നമ്മുടെ ഈ ചട്ടിയിലേക്ക് പിടിക്കും കേട്ടോ. അന്നേരമേ അകത്തിട്ട് നമ്മൾ ഇങ്ങനെ കത്തിക്കുമ്പോഴേ. അപ്പം ഇനി നമുക്കിത് കൊണ്ടു വറുത്തെടുക്കാം. ആ എണ്ണയെല്ലാം അതിലൊന്ന് പിടിക്കട്ടെ. നല്ല എണ്ണ പിടിച്ചോട്ടെ അകത്തെല്ലാം കാണിക്കാൻ. ഞാൻ ചട്ടി എടുപ്പത്തിൽ വെച്ച് ചട്ടി വിടാകട്ടെ. ഒരു തവിയുടെ ഇത്ര ഭാഗം ഒടിഞ്ഞു പോയേ. വലിയ തവിയുണ്ട്, പക്ഷെ അത് അതിൽ ഇളക്കാനൊക്കത്തോടെ കൊച്ചിനെടുത്ത പിടി ഒടിഞ്ഞു പോയി. എന്നിട്ട് ഇതിന് അതുകൊണ്ട് വെള്ളമൊന്നും ചേർക്കണം. ഇങ്ങനെ കൊണ്ടുപോകും. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ്. ചട്ടി യൂസ് ചെയ്യുമ്പം, മൺചട്ടി യൂസ് ചെയ്യുമ്പം പിന്നെ നമ്മൾ ലോഹത്തിൻ്റെ തവികളോ സ്പൂണുകളോ ഒന്നും ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ കഴുകുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക. കമ്പി ഇട്ടൊന്നും കഴുകരുത്. വിംബാർ കാര്യങ്ങൾ ഉപയോഗിക്കരുത്. സോഫ്റ്റായിട്ടുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിക്കുക. ചകിരിയോ പണ്ട് കാലത്തൊക്കെ നമ്മൾ ചെയ്യുമായിരുന്നല്ലോ. ചകിരിയോ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ഉപയോഗിക്കുക. എല്ലാവർക്കും അറിയാം. പക്ഷേ വയ്യാത്തവർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ചട്ടി അരിക്കുന്ന പരിപാടി. ഇത് ഭയങ്കര ചട്ടി കരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടമ്മമാർക്കൊക്കെ പ്രത്യേകിച്ച് ഭയങ്കര ടാസ്ക്കുള്ള കാര്യമാണ് ചട്ടി കരിക്കുക എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇതിപ്പം ഞാൻ സിമ്പിളായിട്ട് ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. അത് ചട്ടി പൊട്ടി പോയിട്ടൊന്നുമില്ല. മിക്കവാറും ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് ചട്ടി വാങ്ങിക്കുന്നത്. ഇതുവരെ എൻ്റെ ചട്ടിയൊന്നും പൊട്ടിപ്പോയിട്ടില്ല. പിന്നെ ചട്ടിയല്ലേ, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുകയും മുട്ടുകയും കഴിഞ്ഞപ്പോൾ അതൊക്കെ പൊട്ടിപ്പോകും. നമുക്ക് എന്തോ ഗ്യാരണ്ടി. പിന്നെ ചട്ടിയല്ല, അത് പോകുന്ന പോട്ടെന്നേ, അടുത്ത് നമുക്ക് വാങ്ങിക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഇനി ഇതുപോലൊക്കെ ചട്ടി അത് കരിച്ച് നോക്കണം കേട്ടോ. ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ചെവിയൊന്നുമില്ല, ചട്ടിയിൽ ചെവിയൊന്നുമില്ല.